നമസ്കാരം. 2025 വിഷു ഏപ്രിൽ 14 ഓരോ നക്ഷത്ര ജാതകർക്കും വളരെയധികം ഭാഗ്യാനുഭവങ്ങളും അതിസമ്പന്ന യോഗങ്ങളൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. വിഷുഫലം വളരെയേറെ അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വിഷുഫലം വളരെയേറെ അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹങ്ങളും ധനനേട്ടങ്ങളും തൊഴിൽ രംഗത്ത് ഉയർച്ചയും ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഇവിടെ പറയുന്ന ഈ 3 നക്ഷത്ര ജാതകരും സഞ്ചരിക്കുന്നത്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും ധനലാഭങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള സമയമാണ് ഇവർക്ക് ജീവിതം വളരെ അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന സാഹചര്യങ്ങളും സമയങ്ങളുമാണ് ഇവരുടെ മുമ്പിൽ തെളിയുന്നത്. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, കുടുംബത്ത് രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിലെ ഈശ്വരാനുഗ്രഹമായിട്ടുള്ളൊരു വർഷത്തെ വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കൊല്ലം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അത്രമാത്രം ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഉറപ്പായും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഈ സമയങ്ങളിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് തൊഴിൽ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അത് ഗവൺമെൻറ് സർവീസുകളിൽ നിയമനങ്ങൾ ലഭിക്കുന്ന സമയമൊക്കെയാണ്. വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമൊക്കെയാണ് തെളിയുന്നത്. വലിയ തോതിലുള്ള മാറ്റവും നേട്ടങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഉറപ്പായും വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് മകീരം, പുണർദം, പൂയം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അകലുന്ന സമയമാണ്. ചെറിയ തോതിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും അലട്ടുമെന്നെങ്കിലും ജീവിതം വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു കാലഘട്ടവും കൂടിയാണിത്. വലിയ തോതിലുള്ള ധനം ആർജിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഈ സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിഷുഫലം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത്. ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളും ജീവിതത്തിൽ ധാരാളം കൈവരിക്കുവാനുള്ള സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ബിസിനസ് സംരംഭങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ജീവിതത്തിൽ ധനം നിങ്ങളിലേക്ക് തേടി വരുന്ന സമയമാണ്. ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദേശത്തായാലും സ്വദേശത്തായാലും നിൽക്കുന്നവർ നിങ്ങളുടെ ഭാഗ്യമൊന്ന് പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുവാൻ കാരണമാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. അതുപോലെ തന്നെ കുടുംബ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് ആയില്യം, മകം, പൂരം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് തുറക്കുന്നത്. ഈ വിഷു കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളും ഒട്ടനവധി നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. കഴിഞ്ഞു പോയ സമയങ്ങളിലെ ദുഃഖാനുഭവങ്ങൾക്ക് പരിഹാരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ്. ജീവിതത്തിൽ വളരെയേറെ ആത്മവിശ്വാസം വർദ്ധിച്ച് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിക്കുവാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് തെളിയുന്നത്. എന്തു തന്നെയായാലും തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ നല്ല ഉയർച്ചയും നല്ല ഉന്നതികളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് ഈ സമയം കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉത്രം, അത്തം, അനിഴം നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാം. ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ധനാഭിവൃദ്ധിയും ഉയർച്ചയും കുടുംബ ഐശ്വര്യങ്ങളും കുടുംബ ചൈതന്യങ്ങളും നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീടില്ലാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ വീട് വെക്കുന്നൊരു സമയമാണ് നിങ്ങൾക്ക്. പുതിയ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്ന സമയമാണ്. ഊഹക്കച്ചവടങ്ങളിൽ വലിയ ധാരാളം സമ്പത്ത്
കൈയാളുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ നിങ്ങൾക്ക് എടുത്തു നോക്കുവാണെങ്കിൽ വ്യാപാര മേഖലകളിലും വ്യക്തി ജീവിതത്തിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ജീവിതത്തിൽ ഒട്ടനവധി മാറ്റവും ഒട്ടനവധി നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം കഴിയുന്നതായിരിക്കും. ഉറപ്പായും വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഈ സമയം ഈശ്വരൻ്റെ കൃപയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ അടുത്ത തൃക്കേട്ട, മൂലം, പൂരാടം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പ്രയാസ കാലഘട്ടങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ളത് ഐശ്വര്യപ്രദമായിട്ടുള്ള സമയമാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തും കുടികൊള്ളുന്ന സമയമാണ്. മക്കൾക്ക് നല്ല ജോലി കിട്ടുന്ന സമയമാണ്. മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും. സന്താനലബ്ധി ഉണ്ടാകുന്ന സമയങ്ങളാണ്. സന്താനങ്ങൾക്ക് വിദേശ യാത്രകൾ അനുകൂലമായി വന്ന് ഭവിക്കുന്ന സമയമാണ്. മക്കളെ കൊണ്ടുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉറച്ച ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ നിങ്ങളെ അലട്ടുകയില്ല. ഉറപ്പായും നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയവും കാലഘട്ടമൊക്കെയാണ്. ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചു കൊടുത്താൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് ഉത്രാടം, തിരുവോണം, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂവണിയുന്ന സമയമാണ്. അതായത് ഒരു വാഹനം മേടിക്കണമെന്നുള്ള നിങ്ങളുടെ ദീർഘനാളത്തെ ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വസ്തു മേടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരിക്കാം. ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരിക്കാം. ഏത് ആഗ്രഹങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടന്ന ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്നൊരു വർഷമാണ് ഇത്. ഉറപ്പായും ഈ ഒരു വിഷു മുതൽ അടുത്ത വിഷു വരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഐശ്വര്യങ്ങളും വലിയ രീതിയിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നൊരു സമയമാണ്. ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തി ധനാഭിവൃദ്ധിയിലേക്കും ധനൈശ്വര്യത്തിലേക്കും നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നൊരു സമയമാണ്. ഈശ്വര ഭക്തിയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. കുടുംബ ദേവീ ദേവന്മാർക്ക് വേണ്ടുന്ന പൂജകളും വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണിത്. ഇത് നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഉറപ്പായും ഒത്തിരി ഭാഗ്യാനുഭവങ്ങളാൽ അതിസമ്പന്നമായിട്ടുള്ള സമയമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള 19 നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യാനുഭവങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. വിഷുഫലം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ധനൈശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ലോകത്തെ ഞെട്ടിപ്പിച്ച ആ അത്ഭുത ബാലൻ ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഭഗവത്ഗീത ലക്ഷക്കണക്കിന് ആൾക്കാരെ പഠിപ്പിക്കുന്ന 5 വയസ്സുകാരനായ ബാലനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രഹ്മചാരിയാണ് ഈ ബാലൻ. ഈ ബാലൻ ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന് ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട്. ഈ ബ്രഹ്മചാരിയുടെ പേര് ഭാഗവത് ദാസ് എന്നാണ്. ഈ ബാലൻ കുറഞ്ഞ സമയം കൊണ്ട് അനേകം ആൾക്കാരെയാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്.